കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. അമ്പലത്തിന്റെ മറവിൽ ദുർമന്ത്രവാദവും പെൺവാണിഭവും നടക്കുന്നതായി ആരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. തിരുവനന്തപുരം കൈമനം തിരുവല്ലം റോഡാണ് നാട്ടുകാർ ഉപരോധിച്ചത്. ഹൈന്ദവ വിരുദ്ധമായ പൂജകൾ ചോദ്യം ചെയ്ത യുവാവിനെ കേസിൽപ്പെടുത്തി റിമാൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണെന്ന് തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. നാലു വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുമലയാലപ്പുഴ എന്ന പേരിൽ ആരംഭിച്ച അമ്പലത്തിലാണ് ഹൈന്ദവാചാരങ്ങൾക്ക് വിരുദ്ധമായ പൂജകൾ നടക്കുന്നതായി ആരോപണമുയർന്നത്. രാത്രികാലത്ത് ഇവിടെ വിദൂരദേശത്ത് നിന്ന് വരുന്ന സ്ത്രീകളുടെ തുള്ളലും ബാധ ഒഴിപ്പിക്കലും നടക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നടന്ന ഉത്സവ ചടങ്ങുകൾക്കിടെ സമീപവാസികളും ക്ഷേത്രത്തിന് സംരക്ഷണം നൽകാൻ പുറത്തുനിന്നെത്തിയ ഗുണ്ടാ സംഘവുമായി വഴക്ക് നടന്നിരുന്നു. സമീപവാസിയായ ആനന്ദമൂല സ്വദേശി ബിനുവിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. കരമനയിലെ പോലീസ് ശരിക്കും ഇതിൽ അനീതിയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലം പൊളിച്ചു മാറ്റാനായി ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ ആക്ഷൻ കൗൺസിലാണ് ഇവിടെ ഇന്ന് ഈ റോഡ് ഉപരോധം നടത്തുന്നത്. കരമന സ്വദേശിയായ റജി എന്ന ആളിൻ്റെ പേരിലാണ് ക്ഷേത്രം. ഇയാൾ നേരത്തെ ചായക്കട നടത്തുകയായിരുന്നു. ശേഷം വിദേശത്തു നിന്നും തിരികെ വന്ന ഇയാൾ കിള്ളിപ്പാലത്തിന് സമീപവും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി നാട്ടുകാർ പറയുന്നു. സ്വകാര്യ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ജില്ലാ കളക്ടറുടെ അനുമതി വേണമെന്നതാണ് ചട്ടം. എന്നാൽ ഇവയൊന്നും പാലിക്കാതെയാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ക്ഷേത്രം നടത്തിപ്പുകാരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി യാസിൻ മുഹമ്മദ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പിടിയിലായി. ഷാർജയിൽ നിന്നും പുലർച്ചെ 4 മണിയോടെ എത്തിയ എയർ അറേബ്യ വിമാനത്തിൽ വന്നിറങ്ങിയ യാസിൻ മുഹമ്മദിനെ കസ്റ്റംസാണ് പിടികൂടിയത്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് കോയമ്പത്തൂരിൽ പിടിയിലായ യാസിർ മുഹമ്മദ്. മൂവാറ്റുപുഴ പുതുപ്പാടി സ്വദേശിയായ യാസിറടക്കം 9 പേർക്കെതിരെ കോഫെ പോസെ ചുമത്തി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഷാർജയിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ ഇയാൾ വരുന്നുണ്ടെന്ന് കസ്റ്റംസിന് രഹസ്യ വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് സുരക്ഷാ പരിശോധനയും കർശനമാക്കി. പാസ്പോർട്ട് പരിശോധനയ്ക്കിടെയാണ് യാസിർ മുഹമ്മദ് പിടിയിലാകുന്നത്. കൊച്ചിയിലെ കസ്റ്റംസ് അധികൃതരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറുകയും പിന്നീട് യാസിർ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിൽ യാസിറടക്കം 4 പേർ ഒളിവിലായിരുന്നു. 2013 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി 2000 കിലോ സ്വർണം കടത്തിയെന്നാണ് കേസ്. നേരത്തെ അറസ്റ്റിലായ പ്രധാന കണ്ണി നൌഷാദിന്റെ സഹായിയാണ് യാസിർ. നൌഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് നടന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 40ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യാസിറിന്റെ അറസ്റ്റോടെ ഒളിവിലുള്ള മറ്റു 3 പേരെയും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കസ്റ്റംസ് അധികൃതർ. പ്രാഥമിക ചോദ്യം ചെയ്യൽ കോയമ്പത്തൂരിൽ പൂർത്തിയാക്കിയ ശേഷം കൊച്ചിയിലെത്തിച്ചാവും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബാംഗ്ലൂർ സ്ഫോടന കേസ് പ്രതി തടിയൻ്റെവിടെ നസീറിന്റെ സഹായി ഷഹനാസ് കേസിലെ മഹസർ സാക്ഷിയായ 2 ഡെപ്യൂട്ടി തഹസീൽദാർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പോലീസ്. ഷഹനാസിന്റെ സഹായികൾക്കായും പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ഷഹനാസിനെ കോടതി 10 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിയിലായ ഷഹനാസിൽ നിന്ന് കൂടുതൽ വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. കർണാടക പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടിയൻ്റെവിടെ നസീറിന്റെ നിർദ്ദേശപ്രകാരം കൂട്ടാളി ഷഹനാസ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന വിവരം പീപ്പിൾ ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. പാറമടയിലേക്ക് സ്ഫോടന വസ്തുക്കൾ വിൽക്കുന്ന പെരുമ്പാവൂരിലെ കടയിൽ തടിയൻ്റെവിടെ നസീറിനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നതിന് മെഹസർ സാക്ഷികളായിരുന്ന 2 ഡെപ്യൂട്ടി തഹസീൽദാർമാരെയാണ് നസീറിന്റെ നിർദ്ദേശപ്രകാരം ഷഹനാസ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്. കൂടാതെ കണ്ണൂരിലെ 2 സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമവും ഷഹനാസും നസീറിന്റെ സഹോദരൻ തസ്ലീമും നടത്തി. നസീറിന്റെ മറ്റു സഹായികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നുണ്ട്.
രഹസ്യ കോഡുകളിലൂടെ നസീറും കൂട്ടാളികളും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയെന്ന വിവരങ്ങളും പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ ഇതിനെപ്പറ്റിയുള്ള സ്ഥിരീകരണം ഉണ്ടാകൂ. അതേസമയം ജയിലിനുള്ളിൽ കഴിയുന്ന തടിയൻ്റെവിട നസീർ ബാംഗ്ലൂർ സ്ഫോടന കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന സ്ഥിരീകരണത്തിന് ഷഹനാസിനെ ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഉന്നത പോലീസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഷഹനാസിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകളും കൈവിലങ്ങിന്റെ താക്കോലും സംഘം പരിശോധിക്കും. തടിയൻ്റെവിട നസീറിന്റെ കോടതിയിലേക്കുള്ള വരവും പോക്കുമെല്ലാം നസീറിന്റെ സാക്ഷികൾക്ക് ചോർത്തി നൽകിയിരുന്നു എന്നത് ബാംഗ്ലൂർ പോലീസിനെ തന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. ഇതിനെപ്പറ്റിയും വിശദമായ പരിശോധനകൾ കൊച്ചിയിലെത്തിയ സംഘം നടത്തും. ബാംഗ്ലൂർ പോലീസും NIAയും ഒപ്പം കേരള പോലീസും ഷഹനാസിനെയും പാനായിക്കുളം സിമി ക്യാമ്പ് സംഘടിപ്പിച്ച കേസിലെ പ്രതി നിസാമുദ്ദീനെയും ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാഞ്ഞങ്ങാട് തോയമലിലെ ജാനകിയമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിനെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് ബെല്ലയിലെ മധു എന്ന യുവാവിനാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നും പോലീസ് പിടികൂടിയത്. വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം വലയിലാക്കുകയായിരുന്നു. തോയമൽ പുതുവൈ മധു എന്ന 34-കാരനാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ധർമ്മസ്ഥലത്ത് നിന്ന് പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തോയമൽ സ്വദേശിനി ജാനകിയമ്മ എന്ന 65-കാരി കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സാഹചര്യ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുടുങ്ങുകയായിരുന്നു. ജാനകിയമ്മയുടെ വീട്ടിൽ ജോലിക്കെത്തിയ പ്രതി വാക്കുതർക്കത്തിനിടെ ജാനകിയമ്മയെ മർദ്ദിക്കുകയും തുടർന്ന് ചുരിദാറിന്റെ ഷാൾ കൊണ്ട് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് അലമാരയിലെ ബാഗിലിരുന്ന 8.25 പവൻ സ്വർണവും 1200 രൂപയും പ്രതി കവർന്നു. പകുതി സ്വർണം കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ശേഷം പ്രതി പറശ്ശിനിക്കടവ് വഴി ധർമ്മസ്ഥലയിലേക്ക് പോവുകയായിരുന്നു. കാഞ്ഞങ്ങാട് DYSP ഹരിചന്ദ്രൻ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ ചീഫ് സെക്രട്ടറി R. രാമചന്ദ്രൻ നായർ സർവകലാശാലയുടെ സ്ഥലം കയ്യേറിയെന്ന് കാട്ടി സംസ്കൃത സർവകലാശാല രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകി. കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് വേണ്ടി ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് കയ്യേറ്റം. 1996-ൽ രാമചന്ദ്രൻ നായർ വൈസ് ചാൻസലറായിരിക്കെ അമിത വിലയ്ക്ക് വാങ്ങിയതാണ് ഈ ഭൂമിയെന്ന് ആക്ഷേപമുയർന്നിരുന്നു. സംസ്കൃത സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറും മുൻ ചീഫ് സെക്രട്ടറിയുമായ R. രാമചന്ദ്രൻ നായരാണ് സംസ്കൃത സർവകലാശാലയുടെ സ്ഥലം കയ്യേറിയത്. തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്ന കണ്ണായ സ്ഥലമാണ് കയ്യേറിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടുത്തെ 10 സെന്റ് സ്ഥലത്ത് വേലിക്കല്ലുകൾ സ്ഥാപിച്ചു. ഇത് ചൂണ്ടിക്കാട്ടി സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ TP രവീന്ദ്രനാണ് ഫോർട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. 1996-ൽ രാമചന്ദ്രൻ നായർ VC ആയിരിക്കെ വിദ്യാധിരാജ വിദ്യാസമിതിയിൽ നിന്നും 50,000 രൂപയ്ക്കാണ് സർവകലാശാലയ്ക്കായി സ്ഥലം വാങ്ങിയത്. 1996-ൽ സെന്റിന് 5,000 രൂപ മാത്രമുള്ളപ്പോൾ 50,000 രൂപയ്ക്ക് സ്ഥലം സർവകലാശാലയുടെ തലയിൽ കെട്ടിവെച്ചു എന്നതിൻ്റെ പേരിൽ വിജിലൻസ് കേസുണ്ടായിരുന്നു. സർവേ നമ്പർ 1588-ൽ 29 സെന്റ് സ്ഥലവും സർവേ നമ്പർ 1602-ൽ 26 സെന്റ് സ്ഥലവുമാണ് സർവകലാശാലയുടെ പക്കലുള്ളത്. ഇതിൽ സർവേ നമ്പർ 1588-ൽപ്പെട്ട 10 സെന്റ് സ്ഥലത്താണ് രാമചന്ദ്രൻ നായർ കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. സർവകലാശാലയുടെ പക്കൽ ആധാരത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭൂമിയുണ്ടെന്നും ഇത് തൻ്റെ ഭൂമിയാണെന്നുമാണ് രാമചന്ദ്രൻ നായരുടെ അവകാശവാദം. എന്നാൽ 1996 മുതൽ സർവകലാശാലയുടെ കൈവശത്തിലിരിക്കുന്നതും കരമുടക്കി പോകുന്നതുമായ ഭൂമി എങ്ങനെ രാമചന്ദ്രൻ നായരുടേതാകുമെന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. R. രാമചന്ദ്രൻ നായരുടേത് നിയമവിരുദ്ധ പ്രവർത്തനമാണെന്ന് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ TP രവീന്ദ്രൻ പീപ്പിൾ TVയോട് പറഞ്ഞു. സർവകലാശാല വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം കാണുന്നത്. കാരണം ഇതൊരു പൊതു സ്ഥലമാണ്. ഈ പൊതുസ്ഥലം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും നിയമപരമായിട്ടുള്ള ഏത് നടപടികൾക്കും സർവകലാശാല തയ്യാറാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. സർവകലാശാലയ്ക്കായി അമിത വിലയ്ക്ക് ഭൂമി വാങ്ങിയെന്ന ആക്ഷേപത്തിൽ കീഴ്ക്കോടതി രാമചന്ദ്രൻ നായരെ ശിക്ഷിച്ചിരുന്നുവെങ്കിലും സുപ്രീം കോടതി വെറുതെ വിട്ടു. ഇതിനുശേഷമാണ് R. രാമചന്ദ്രൻ നായർ ഭൂമിയിൽ അവകാശമുണ്ടെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സർക്കാരിന് കീഴിലുള്ള സിയാപ്റ്റിൽ വൻ സാമ്പത്തിക ക്രമക്കേട്. അച്ചടിക്കായുള്ള മെഷീനുകളും മഷിയും വാങ്ങിയതിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത്. യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിയാണ് അഴിമതിക്ക് കളമൊരുക്കിയത്. ഇത് സംബന്ധിച്ച രേഖകൾ പീപ്പിൾ TVക്ക് ലഭ്യമായി. പാഠപുസ്തകങ്ങളടക്കം സംസ്ഥാന സർക്കാരിന്റെ പ്രസിദ്ധീകരണങ്ങളും ലോട്ടറി ടിക്കറ്റുകളും അച്ചടിക്കുന്ന സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് അഥവാ സിയാപ്റ്റിൽ വൻ അഴിമതിയാണ് നടക്കുന്നത്. ലോട്ടറി ടിക്കറ്റ്, ബാർകോഡ് പ്രിന്റിംഗ് മെഷീനിലേക്കുള്ള ഇങ്ക് കാട്രിഡ്ജുകൾ എന്നിവ വാങ്ങിയതിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നത്. യഥാർത്ഥ വിലയേക്കാൾ വളരെ കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി സിയാപ്റ്റിന്റെ തലപ്പത്തിരിക്കുന്നവർ അഴിമതിക്ക് കളമൊരുക്കുകയായിരുന്നുവെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. സിയാപ്റ്റിലേക്ക് 2 കമ്പനികളുടേതായി കഴിഞ്ഞ മാർച്ചിൽ ലോട്ടറി ബാർകോഡ് പ്രിന്റിംഗ് മെഷീൻ
വാങ്ങിയതിന്റെ ബില്ലാണിത്. ഒരെണ്ണം വാങ്ങിയത് 38,76,000 രൂപയ്ക്ക്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ വില 18,75,000 രൂപ മാത്രമാണെന്ന് ഉൽപാദകർ സിയാപ്റ്റിൽ സമർപ്പിച്ച ടെൻഡർ പ്രപ്പോസൽ വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രിന്റർ വാങ്ങിയത് 20,47,500 രൂപയ്ക്കാണ്. 2 ഇടപാടുകളിലായി മാത്രം സർക്കാരിന് നഷ്ടം 26 ലക്ഷത്തോളം രൂപ. പ്രിന്റിംഗ് മെഷീനിലേക്കുള്ള ഇങ്ക് കാട്രിഡ്ജുകൾ വാങ്ങിയതിലും വൻ ക്രമക്കേടാണ് നടന്നത്. ഒരു യൂണിറ്റിന് 22,050 രൂപ പ്രകാരം 5 യൂണിറ്റുകൾ സിയാപ്റ്റ് വാങ്ങി. 17,600 രൂപ നിരക്കിൽ ഇങ്ക് കാട്രിഡ്ജുകൾ നൽകാമെന്ന മറ്റൊരു കമ്പനിയുടെ പ്രപ്പോസൽ തള്ളിക്കൊണ്ടാണ് സിയാപ്റ്റ് കൂടിയ വിലയ്ക്ക് മാസം തോറും 30 കാട്രിഡ്ജുകൾ വീതം വാങ്ങുന്നത്. ചുരുക്കത്തിൽ പ്രിന്റിംഗ് മെഷീനും മാസം തോറും ഇങ്ക് കാട്രിഡ്ജുകളും വാങ്ങിയതിൽ സിയാപ്റ്റിനും അതുവഴി സർക്കാരിനും ഇതുവരെ നഷ്ടം 37 ലക്ഷത്തോളം രൂപയാണ്. സിയാപ്റ്റിൽ നേരത്തെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് നിലവിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ഈ അഴിമതിയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നായപ്പോൾ അതിനെ മറികടക്കാൻ സിയാപ്റ്റിന്റെ തലപ്പത്തിരിക്കുന്ന അഴിമതിക്കാർ ശ്രമം ആരംഭിച്ചതായാണ് വിവരം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണനുമായി ജയിൽ സൂപ്രണ്ട് രഹസ്യ ചർച്ച നടത്തിയത് വിവാദമാകുന്നു. പൂജപ്പുര ജയിലിൽ സൂപ്രണ്ട് AG സുരേഷാണ് ബിജുവുമായി മണിക്കൂറുകളോളം കൂടിക്കാഴ്ച നടത്തിയത്. സംഭവം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും ജയിൽ DGPയും പറഞ്ഞു. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനുമായി പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് AG സുരേഷാണ് ജയിലിൽ വെച്ച് മണിക്കൂറുകളോളം രഹസ്യ ചർച്ച നടത്തിയത്. സോളാർ കമ്മീഷൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസത്തിന് മുമ്പായി ഒക്ടോബർ 19 വൈകിട്ട് 6:55 ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കിയ ബിജുവിനെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാത്രി 8:20 തിരികെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പലതവണ ഇത് ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ നവംബർ 12 ബിജുവിനെ സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനിരിക്കെ നവംബർ 7 സൂപ്രണ്ട് ബിജുവുമായി രഹസ്യ ചർച്ച നടത്തി. പിന്നീട് 12 ബിജുവിനെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയതുമില്ല. തുടർന്ന് സൂപ്രണ്ടിനെ കമ്മീഷൻ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ വൈകിട്ട് 6:30 തടവുകാരെ ലോക്കപ്പിൽ പ്രവേശിപ്പിച്ചാൽ പിന്നീട് പുറത്തിറക്കാൻ പാടില്ലെന്നിരിക്കെയാണ് ചട്ടങ്ങൾ ലംഘിച്ച് ജയിൽ സൂപ്രണ്ട് സോളാർ കേസിലെ പ്രധാന പ്രതിയുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന ആരോപണം ശക്തമാണ്. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് ജയിൽ IG H ഗോപകുമാറിന് അന്വേഷണ ചുമതല നൽകി. സോളാർ കേസിലെ മറ്റൊരു പ്രതിയായ സരിത നായരുടെ മൊഴി അട്ടിമറിച്ച സംഭവത്തിൽ ആരോപണ വിധേയനാണ് IG H ഗോപകുമാർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴ കേസിൽ മന്ത്രി K ബാബുവിനെതിരെ കൂടുതൽ മൊഴികൾ പുറത്തുവന്നു. ബാർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിമാരായ 6 ബാർ ഉടമകളാണ് ബാബുവിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ പണപ്പിരിവ് നടത്തിയെന്ന് 6 പേരുടെയും മൊഴികളിൽ വ്യക്തമാക്കുന്നു. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ മന്ത്രി K ബാബുവിന് 10 കോടി രൂപ കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിൽ 6 ബാർ ഉടമകൾ വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. ബാർ ഉടമകളുടെ അസോസിയേഷനായ KBHAയുടെ 6 ജില്ലകളിലെ സെക്രട്ടറിമാരാണ് മൊഴി നൽകിയിരുന്നത്. ലൈസൻസ് നിരക്ക് 30 ലക്ഷമായി കൂട്ടുന്നത് ഒഴിവാക്കാൻ പണപ്പിരിവ് നടത്തിയെന്നാണ് ഇവരുടെ മൊഴി. മൊഴിയുടെ പകർപ്പുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഇടുക്കി ജില്ലാ സെക്രട്ടറിയും തൊടുപുഴയിലെ ബാറുടമയുമായ ദീപുവിന്റെ മൊഴി ശ്രദ്ധിക്കുക. 2013 ജനുവരിയിൽ KBHAയുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗം കൊച്ചിയിലെ ഓഫീസിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, സെക്രട്ടറി ധനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വരുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് ബാർ ലൈസൻസ് ഫീ 22 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമായി ഉയർത്താൻ എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു തീരുമാനിച്ചെന്ന് രാജ്കുമാർ ഉണ്ണി യോഗത്തെ അറിയിച്ചു. ഇതൊഴിവാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനും ആവശ്യപ്പെട്ടു. കോഴ നൽകാനായി 75,000 രൂപ വീതം ബാർ ഉടമകളിൽ നിന്ന് പിരിക്കാൻ തുടർന്ന് യോഗം തീരുമാനിച്ചു. ബാർ ലൈസൻസിന്റെ നിരക്ക് ഉയർത്തുന്നത് ഒഴിവാക്കാൻ പണം പിരിച്ചെന്ന് മറ്റ് 5 ബാർ ഉടമകളും മൊഴി നൽകിയിരുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സേവിയേഴ്സ് ബാർ ഉടമയുമായ കാർത്തികേയകുമാർ, പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷ്, കൊല്ലം ജില്ലാ ഭാരവാഹിയും പരവൂർ പടിപ്പുര ബാറിന്റെ ഉടമയുമായ ഷൈൻ, മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ തുടങ്ങിയവരാണ് കോഴ പിരിച്ചതായി മൊഴി നൽകിയത്. തൃശൂരിലെ ബാറുടമ CD ജോഷി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ സുപ്രധാനമായ ഈ മൊഴികൾ വിജിലൻസ് പരിഗണിച്ചില്ല. ബാർ ലൈസൻസ് നിരക്ക് ഉയർത്താതിരിക്കാൻ കൈക്കൂലി നൽകിയെന്ന് 6 ബാറുടമകളാണ് വിജിലൻസിന് മൊഴി നൽകിയത്. 6 പേരും ബാറുടമകളുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിമാർ. ശക്തമായ ഈ മൊഴികൾ അവഗണിച്ചുകൊണ്ടാണ് K ബാബുവിനെതിരായ കേസ് എഴുതിത്തള്ളിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. K മാണിക്കെതിരെ പുതിയ ആരോപണവുമായി വീണ്ടും ബിജു രമേശ്. നികുതി കുറയ്ക്കുന്നതിനായി ഫ്ളാറ്റ് ഉടമകളിൽ നിന്ന് മാണി 5 കോടി വാങ്ങിയെന്ന് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. നികുതി കൂട്ടാതിരിക്കാൻ ഫ്ളാറ്റ് ഉടമകൾ പണം നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഫ്ളാറ്റ് ഉടമകളുടെ ശബ്ദരേഖ കയ്യിലുണ്ടെന്നും ബിജു രമേശ് പറയുന്നു. ഒരു ആലുവയിലൊരു ഫ്ലാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡേഴ്സിൻ്റെ കൊണ്ടാണ് ബിൽഡേഴ്സ് എന്നെ വിളിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ബിൽഡേഴ്സിൽ എന്നെ വിളിച്ചു. 10 കോടി രൂപ ഫ്ലാറ്റിൻ്റെ ടാക്സ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാണി സാർ ചോദിക്കുകയാണ്. അതിൽ 5 കോടി രൂപ അവർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഷെയർ
ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിൻ്റെ പണിയൊക്കെ തീർന്നു, ഇനി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ ആ പ്രോജക്റ്റ് വരണമെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഷെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവർ കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനുമായി സംസാരിക്കുന്നതും ഇത് കംപ്ലീറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CD എൻ്റെ ഇരിപ്പുണ്ട്. പാരീസ് ഭീകരാക്രമണത്തിന് ഫ്രാൻസിന്റെ തിരിച്ചടി. സിറിയയിലെ IS ശക്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയാണ് ഫ്രാൻസ് തിരിച്ചടിച്ചത്. അതേസമയം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് കരുതുന്ന ഫ്രഞ്ച് പൗരന്റെ രേഖാചിത്രം പുറത്തുവിട്ടു. സലാഹ് അബ്ദുസലാം എന്ന 26-കാരനായ ഫ്രഞ്ചുകാരന്റെ ചിത്രമാണ് അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടത്. ആക്രമണവുമായി ബന്ധമുള്ള 3 സഹോദരന്മാരിൽ ഒരാൾ ഇയാളാണെന്നാണ് പോലീസ് ഭാഷ്യം. സംഭവവുമായി ബന്ധമുള്ള 3 പേരെ കഴിഞ്ഞ ദിവസം ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ സന്ദേശങ്ങൾ പരസ്പരം കൈമാറിയത് രഹസ്യ കോഡുകളിലൂടെയായിരുന്നുവെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനിടെ പാരീസ് ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ ഫ്രാൻസ് ശക്തമായ വ്യോമാക്രമണം നടത്തി. ISന്റെ തലസ്ഥാനമായി കഴിയുന്ന റാഖയിലായിരുന്നു ഫ്രഞ്ച് യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചത്. ഇവിടെ നിരവധി IS പരിശീലന കേന്ദ്രങ്ങൾ തകർത്തതായും നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായും ഫ്രാൻസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും മേഖലയിൽ വ്യോമാക്രമണം ശക്തമാക്കാനാണ് ഫ്രാൻസിന്റെ തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക്. പ്ലേ സ്റ്റേഷൻ വഴി വരെ ISന്റെ കടന്നുകയറ്റം. സോഷ്യൽ മീഡിയകളും മറ്റും ടെക് സംവിധാനങ്ങളും തന്ത്രപരമായി ഉപയോഗിക്കാൻ പ്രത്യേക സംഘം തന്നെ ISന് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ IS ഭീകരർ ഒട്ടും പിന്നിലല്ല. വാട്സാപ്പിലൂടെയായിരുന്നു റിക്രൂട്ടിങ്ങും ക്യാമ്പയിനുകളും ഭീകരർ നടത്തിയിരുന്നത്. വാട്സാപ്പിലെ സുരക്ഷാ പ്രശ്നം ചിലയിടങ്ങളിലെങ്കിലും ISന്റെ നീക്കങ്ങളെ തകർത്തിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് പ്ലേ സ്റ്റേഷൻ 4ന്റെ സേവനവും IS ഭീകരർ ഉപയോഗിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ യൂറോപ്യൻ നഗരങ്ങളിൽ ആക്രമണം നടത്താൻ IS ആസൂത്രണം ചെയ്യുന്നത് സോണിയുടെ പ്ലേ സ്റ്റേഷൻ 4 നെറ്റ്വർക്ക് വഴിയാണ്. വാട്സാപ്പിനേക്കാൾ വിശ്വസിക്കാവുന്ന, ആരും ശ്രദ്ധിക്കപ്പെടാത്ത നെറ്റ്വർക്ക് ആയതിനാലാണ് IS ഭീകരർ പ്ലേ സ്റ്റേഷനിലേക്ക് നീങ്ങിയതെന്നാണ് കരുതുന്നത്. പ്ലേ സ്റ്റേഷൻ നെറ്റ്വർക്കിലൂടെയുള്ള ഭീകരരുടെ നീക്കം നിരീക്ഷിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ സുരക്ഷാ വിദഗ്ധരുടെ റിപ്പോർട്ട് പ്രകാരം സൈബർ കാലിഫറ്റ് എന്നൊരു സാങ്കേതിക സംവിധാനവും IS ഭീകരർ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ഇടങ്ങളിൽ ആക്രമിക്കാനായി ഭീകരർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനായി പ്രത്യേകം സോഫ്റ്റ്വെയർ തന്നെ ഇവർ വികസിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.